2025 അവസാനിക്കാൻ ഇനി വെറും 5 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഒരു 5 മാസത്തെ കാലയളവിൽ ആപ്പിൾ 15-ലധികം വരുന്ന പ്രോഡക്റ്റുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നിലവിൽ മാർക്കറ്റിൽ ഇല്ലാത്ത പുതിയ പ്രോഡക്റ്റായിട്ടും എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകളുടെ അപ്ഗ്രേഡ് ആയിട്ടും ആപ്പിൾ എന്തൊക്കെ പുതിയ പ്രോഡക്റ്റുകളാണ് കൊണ്ടുവരാൻ പോകുന്നത്, ഇതിനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസ് അത് വളരെ വാലിഡ് ആയിട്ടുള്ള പല സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ മുതൽ പുതിയ പ്രോഡക്റ്റ് ലൈനപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനെ ഞാൻ 5 കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ 5 ഫാമിലി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഐഫോൺ ഫാമിലിയാണ്. ഐഫോണിൽ 4 മോഡൽസ് ആണുള്ളത്. 2 യൂസർ ആക്സസറീസ് ആണ്. അതിൽ 2 പ്രോഡക്റ്റുകളാണ് നിലവിലുള്ളത്. 3 ആപ്പിൾ വാച്ചിൻ്റെ ഫാമിലിയാണ്, ആപ്പിൾ വാച്ച് സീരീസിൻ്റെ ഫാമിലി. 4 കാറ്റഗറീസ് ചെയ്തേക്കുന്നത് ചിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്, M5 എന്നുള്ള ചിപ്പിനെ ബേസ് ചെയ്തിട്ട്. ആൻഡ് 5ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഹോം ആക്സസറീസ് ആണ്. ഇതിലെ ആദ്യത്തെ ഫാമിലി ആയിട്ടുള്ള ഐഫോൺ സീരീസ്. സോ ഐഫോണിൻ്റെ 4 മോഡൽസാണ് ഈ വർഷം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐഫോൺ 17, 17 എയർ, 17 പ്രോ, പ്രോ മാക്സ്. 2 ആഴ്ച മുന്നേ ഞാൻ അന്ന് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, 17 എയർ എന്ന് പറയുന്നത് ഐഫോൺ ലൈനപ്പിലല്ല, ആപ്പിളിൻ്റെ എൻറ്റയർ പ്രൊഡക്റ്റ് ലൈനപ്പിലെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ് ആയിരിക്കും. സോ ഇതിൽ വരാൻ പോകുന്ന 5.1 മില്ലിമീറ്റർ തിക്നെസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും തിന്നറായിട്ടുള്ളൊരു ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് കുറേ അധികം കോംപ്രമൈസ് ചെയ്യേണ്ട ഏരിയാസ് വരും. ഒന്ന് അതിൻ്റെ ബാറ്ററി തന്നെയാണ്. അതിൽ വരുന്നത് 2800 mAh ഒരു ബാറ്ററിയാണ്. നിലവിൽ ആപ്പിളിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് സ്മാർട്ട് ഫോണാണ് 16e എന്നുള്ളത്. ഇതിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4000-അടുത്താണ്. എക്സൈലി പറയുകയാണെങ്കിൽ 3961 mAh ആണ്. ഇതിനേക്കാൾ 70% തിന്നറായിട്ടുള്ളൊരു ബാറ്ററിയാണ് നമുക്ക് അതിൽ ലഭിക്കാൻ പോകുന്നത്. ഇതിൽ വരാൻ പോകുന്ന ഒരു സിംഗിൾ ലെൻസ് ക്യാമറയാണ്. സോ നിലവിൽ ഈ ഒരു സിംഗിൾ ലെൻസ് ക്യാമറ 16e സിംഗിൾ ലെൻസ് ക്യാമറ കൊണ്ട് ആപ്പിൾ വലിയ മാജിക് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബേസിക് ക്യാമറ കാര്യങ്ങൾ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ പല സോഴ്സുകളും ചൂണ്ടിക്കാട്ടുന്ന എയറിൽ വരാൻ പോകുന്ന ഈ ഒരു സിംഗിൾ ലെൻസ് ക്യാമറ മാത്രം മതി. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പ്രോ മോഡൽസിലും ലോവർ എൻഡ് മോഡൽസിലുള്ള ഡ്യുവൽ ലെൻസ് ക്യാമറ സെറ്റപ്പിലും കവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒറ്റ സിംഗിൾ ലെൻസ് ക്യാമറയിൽ കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ഗിമിക്കുകളായിരിക്കും നമ്മൾ അവിടെ കാണാൻ പോകുന്നത്. സോ ഈ ഒരു തിന്നർ ഡിസൈനിന് വേണ്ടി എത്ര യൂസേഴ്സ് ബാക്കിയുള്ള പല കാര്യങ്ങളും പ്രധാനപ്പെട്ട ബാറ്ററി അതോടൊപ്പം ക്യാമറ പോലുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. 2 ആക്സസറീസ് ആണ്. അതാണ് എയർപോഡ്സ് പ്രോ 3rd ജനറേഷനും ആപ്പിളിൻ്റെ സ്റ്റുഡിയോ ഡിസ്പ്ലേ 2nd ജനറേഷനും. സോ നിലവിലുള്ള പോലത്തെ സിമിലർ സൈസിൽ വരുന്ന ഒരു 27 ഇഞ്ച് സ്റ്റുഡിയോ ഡിസ്പ്ലേ ആയിരിക്കും ആപ്പിൾ ഈ വർഷവും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. 2024 മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് 120 ഹെർട്സിൻ്റെ ഒരു റീഫ്രഷ് റേറ്റ് ഒക്കെ ആപ്പിൾ ഈ ഒരു പാനലിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. പക്ഷേ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് റോസാങ് ആണ്. എന്നാൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇതൊരു മിനി LED പാനലായിരിക്കും. അതായത് ഇപ്പോൾ ഉള്ള LED പാനലിന് പകരം ഇതൊരു മിനി LED ആയിരിക്കും. ഈ ഒരു മിനി LED ടെക്നോളജി ഇതുവരെ ആപ്പിൾ മറ്റൊരു പ്രോഡക്റ്റിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ആയിരിക്കും. എന്നാൽ റീഫ്രഷ് റേറ്റിൻ്റെ കാര്യം പുള്ളി അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഇതിലൊരു 90 അല്ലെങ്കിൽ 120 ഹെർട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഓൾറെഡി നമുക്ക് മാക്ബുക്ക് പ്രോ അല്ലെങ്കിൽ ഐപാഡ് പ്രോ ഇതിലെല്ലാം 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഡൈനാമിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫങ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4-5 വർഷം പിന്നിട്ടതിന് ശേഷമാണ് ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഇതുപോലുള്ള സ്റ്റുഡിയോ ഡിസ്പ്ലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നത്. സോ ഫ്യൂച്ചർ പ്രൂഫിങ്ങിൻ്റെ ഭാഗമായി മിക്കവാറും ആപ്പിൾ ഇതിലൊരു 90 അല്ലെങ്കിൽ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതോടൊപ്പം ബിൽറ്റ് ഇൻ ക്യാമറയ്ക്കും സ്പീക്കേഴ്സിനും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. 2ാമത്തെ ആക്സസറി എന്ന് പറയുന്നത് എയർപോഡ്സ് പ്രോ 3rd ജനറേഷനാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു എയർപോഡ്സ് 3rd ജനറേഷൻ കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ഈ വർഷം തന്നെ റിലീസ് ചെയ്യും എന്നുള്ള കാര്യം. അതിൻ്റെ കുറേ ഡീറ്റെയിൽസും ലീക്സും ഒക്കെ വരുന്നുണ്ട്. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ലഭിക്കുന്നത്. അറിഞ്ഞിടത്തോളം കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് H3 എന്ന് പറയുന്ന പുതിയൊരു ചിപ്പ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2 ഹാർട്ട് റേറ്റ് ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ഒരു സെൻസർ ബിൽറ്റിനായിട്ട് എയർപോഡ്സ് 3 കൊടുക്കുന്നുണ്ട്. 3 ഓഡിയോ ക്വാളിറ്റി ആസ് വെൽ ആസ് നോയിസ് ക്യാൻസലേഷനിൽ വരാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്. അതോടൊപ്പം കണക്ടിവിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പം പുതിയൊരു അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പാണ് ആപ്പിൾ ഇതിൽ കൊടുക്കുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ വൈഡർ ആയിട്ടുള്ള ഒരു റേഞ്ച് 5G ഉപയോഗിച്ചുകൊണ്ട് ഡിവൈസുകൾ ട്രാക്ക് ചെയ്യുന്ന ആ റേഞ്ച് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ബ്ലൂടൂത്ത് ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 3ാമത്തെ കാറ്റഗറിയാണ് ആപ്പിൾ വാച്ച്. സോ 3 ആപ്പിൾ വാച്ച് സീരീസ് ആയിരിക്കും ഈ വർഷം ലഭിക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ ആപ്പിളിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി SE 3rd ജനറേഷൻ, 11 സീരീസ് ആൻഡ് അൾട്ര 3 സീരീസ്. കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ആപ്പിൾ വാച്ച് SEയുടെ കാര്യത്തിൽ നമുക്കറിയാം പ്ലാസ്റ്റിക് ബോഡിയൊക്കെയാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്, പല കളർ ഓപ്ഷൻസിൽ കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ള
ലീക്സ് കേട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം നിലവിലുള്ള ആ ഒരു ഡിസൈൻ തന്നെയായിരിക്കും ക്യാരി ഓൺ ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ, അതോടൊപ്പം ആ ഒരു ബെസൽ സൈസ് കുറച്ചും കൂടെ ആപ്പിൾ സ്ലിമ്മർ ആക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അലോങ് വിത്ത് ദാറ്റ് ചിപ്പ് അപ്ഗ്രേഡും ലഭിക്കുന്നതാണ്. എന്നാൽ 11 സീരീസും അൾട്രാ 3 സീരീസിലേക്ക് വരുമ്പം ഡിസൈനിൽ ഈ പറഞ്ഞ യാതൊരു ചേഞ്ചും നമ്മൾ എവിടെയും എക്സ്പെക്ട് ചെയ്യേണ്ട. എന്നാൽ ഇതിൻ്റെ എല്ലാം ഇൻറ്റേർണലി നമുക്ക് പുതിയൊരു ചിപ്പായിരിക്കും ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 11 സീരീസിൽ ബ്ലഡ് പ്രഷർ ട്രാക്ക് ചെയ്യാനുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റവും അല്ലെങ്കിൽ സെൻസറും കൂടെ ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ അൾട്രാ 3ലേക്ക് വരുമ്പം എക്സ്ട്രാ കുറച്ച് ഫങ്ഷണാലിറ്റീസ് ആപ്പിൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അതിലൊന്ന് 5G സപ്പോർട്ടാണ്. സോ സ്റ്റാൻഡ് ലോൺ ഡിവൈസ് ആയിട്ട് ഇപ്പം നമുക്കറിയാം ഐഫോൺ ഇല്ലെങ്കിലും നമുക്ക് കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും ഇതിനെല്ലാം സാധിക്കുന്നതാണ് 5G നെറ്റ്വർക്ക് സപ്പോർട്ട് ആപ്പിൾ വാച്ച് അൾട്രാ 3ലേക്ക് കൊണ്ടുവരുന്നു. 2 ഹൈപ്പർ ടെൻഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ സെൻസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം സീരീസ് 11 പോലെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ആ ഒരു മോണിറ്ററിംഗ് സിസ്റ്റവും കാണും. അഡീഷണലി ഫാസ്റ്റർ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഒരു ബ്രൈറ്റർ ആയിട്ടുള്ള OLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു അൾട്രാ 3യിൽ ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലെ 4ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് M5 ആണ്. M5 ചിപ്പ്. കാരണം അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് എളുപ്പം. കാരണം ഇതിൽ മാക് സീരീസും വരുന്നുണ്ട്, ഐപാഡ് സീരീസും വരുന്നുണ്ട്. ഐപാഡിൽ ഐപാഡ് പ്രോ 11 ഇഞ്ച് ആൻഡ് 13 ഇഞ്ച് മോഡൽസ് ആപ്പിൾ M5 ചിപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ M4 എന്ന് പറഞ്ഞ ചിപ്പ് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐപാഡ് പ്രോയിലാണ്. അതിനുശേഷമാണ് മാക്കിലേക്കെല്ലാം വന്നത്. സോ ഐപാഡിന് ആ ഒരു സ്പെക് ബമ്പാണ് ഈ വർഷം ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് ഡിസൈനിലോ അല്ലെങ്കിൽ മറ്റ് ഏരിയാസിലോ ഒന്നും തന്നെ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റ്സും ഇല്ല. സ്പെക് ബംപ്സ് മാത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പോലത്തെ ഏറ്റവും സിമിലർ അല്ലെങ്കിൽ ഏറ്റവും തിന്നറായിട്ടുള്ള ആ ഡിസൈൻ തന്നെ ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. എന്നാൽ മാക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം നമുക്ക് ഇതേപോലെ തന്നെ സ്പെക് ബമ്പാണ് M5 എന്ന് പറയുന്നത്. കമ്പയറിംഗ് ടു M1, M2, M3, M4 പ്രൊവൈഡ് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് M5 ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം TSMCയുടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള 3 നാനോമീറ്റർ ചിപ്പായിരിക്കും ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ മാക് ലൈനപ്പിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ഇപ്പം നിലവിൽ മാക്ബുക്ക് ലൈനപ്പിൽ മാക്ബുക്ക് എയർ ആണ് അതിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത്. എന്നാൽ യൂസേഴ്സിന് കുറേയും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലേക്ക് മാക്ക് കൊണ്ടുവരുന്നുണ്ട്. അതാണ് വരാൻ പോകുന്ന A സീരീസ് ചിപ്സെറ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന മാക്ബുക്ക് സീരീസ്. അതിന് പവർ ചെയ്യാൻ പോകുന്നത് A സീരീസ് ചിപ്സെറ്റ് ആയിരിക്കും, M സീരീസ് അല്ല. സോ 16 Pro മാക്സിൽ ലഭിച്ചിരിക്കുന്ന A18 Pro എന്ന് പറയുന്ന ചിപ്സെറ്റ് മോശക്കാരനേ അല്ല. നമുക്കറിയാം പവർഫുൾ ആയിട്ടുള്ള ചിപ്പാണ്. ഗ്രാഫിക്സും ഉണ്ട്, പവറും ഉണ്ട്. റേ ട്രേസിംഗ് പോലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരാൻ സാധിക്കുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മാക് ആയിരിക്കും അല്ലെങ്കിൽ മാക് ലൈനപ്പ് ആയിരിക്കും മാക്ബുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു ലൈനപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ് മിഞ്ചിഗോ. നമുക്കറിയാം മിഞ്ചിഗോ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സാണ്. അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ആളുകൾക്ക് ഇതൊരു നല്ല ടൈം ആയിരിക്കും. അവർക്ക് മാക്ബുക്കിലേക്കോ അല്ലെങ്കിൽ ഐപാഡിലേക്കോ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഐപാഡിൽ ഒരു M സീരീസ് ചിപ്പാണ് വരുന്നത്. എന്നാൽ ചീപ്പറായിട്ടുള്ള മാക്കിലേക്ക് വരുമ്പോൾ ഒരു A സീരീസ് ചിപ്പാണ്. പക്ഷേ നമുക്ക് മാക് OS അതിൽ റൺ ചെയ്യാൻ സാധിക്കും. മാക് OSൻ്റെ ആയിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് അതിലെടുക്കാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു കൺഫ്യൂഷൻ, വലിയൊരു ക്ലാഷ് അവിടെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ആൻഡ് ഇതിലെ 5ാമത്തെയും ഏറ്റവും അവസാനത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹോം ആക്സസറീസ് ആണ്. അതിൽ പുതുതായിട്ട് വരാൻ പോകുന്നതാണ് ഹോം പാഡ് എന്ന് പറയുന്നത്. ഹോം പോഡല്ല, ഹോം പാഡ്. സോ ഹോം പാഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഇതൊരു കോൺസെപ്റ്റ് ഇമേജാണ്. പല സോഴ്സുകളിൽ നിന്നും വന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഡിസൈനേഴ്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. സോ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു 6.5 അല്ലെങ്കിൽ 7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഐപാഡ് ഷേപ്പ് ലൈക്ക് ഡിസൈൻ വരുന്ന ഒരു സ്ക്രീനോട് കൂടി വരുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ഹബ്ബാണ് ഈ ഒരു ഹോം പാഡ് എന്ന് പറയുന്നത്. ഇതിൽ റൺ ചെയ്യുന്നത് ഹോം OS ആയിരിക്കും. ഇതിന് പവർ ചെയ്യാൻ പോകുന്നത് M സീരീസ് ഒന്നുമല്ല, A സീരീസ് ചിപ്സെറ്റ് തന്നെ ആയിരിക്കും. ഒപ്പം ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേഷൻ കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A18 സീരീസിലുള്ള ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. സോ ഈ ഒരു ഡിവൈസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വീടിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹബ് സിസ്റ്റം ആയിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ വീടിൻ്റെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ വൈഡർ ആയിട്ടുള്ള ഫീൽഡ് ഓഫ് റേഞ്ച് വേണം. സോ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ്, Wi-Fi 6E അല്ലെങ്കിൽ 7 ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി, അതിൽ നമ്മുടെ ഡിജിറ്റൽ അതോടൊപ്പം വീടിൻ്റെ സെക്യൂരിറ്റി, പ്രൈവസി ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഹബ് സിസ്റ്റത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള 2 ആക്സസറീസ് എന്ന് പറയുന്നത് ഒന്ന് ആപ്പിൾ TV ആണ്. ആപ്പിൾ TV 4K അതിന് പുതിയൊരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിരിക്കും. ആപ്പിൾ TV 4K
4th ജനറേഷൻ. ഇപ്പം മാർക്കറ്റിലുള്ള ആപ്പിൾ ടി വിയിൽ iPhone 13 സീരീസിൽ വന്ന 13 Pro സീരീസിൽ വന്ന A15 എന്ന് പറയുന്ന ചിപ്പാണുള്ളത്. പക്ഷേ ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞു കേട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A18 ആയിരിക്കും ഇതിലും വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ എയർ ടാഗിനും കാര്യമായിട്ടുള്ള ചെറിയ അപ്ഗ്രേഡ് വരുന്നു. ഡിസൈനിലോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ ഇന്റേണലി കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഒന്ന്, ടാമ്പറിംഗ് പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്പീക്കേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2, അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പിൽ വരാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ്സ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്കിങ് കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഏരിയാസിലേക്ക് അല്ലെങ്കിൽ റേഞ്ച് ഇതിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. 3, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഹോം പോഡ് മിനിയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ പോകുന്നത് ഇൻറ്റേർണലിയാണ്. പുതിയൊരു ചിപ്പായിരിക്കും ഇതിൽ കൊടുക്കുന്നത്. കാരണം ആ ഒരു ഹോം പാഡ് എന്ന് പറയുന്ന ആ ഒരു ഹബ് സിസ്റ്റമായിട്ട് നല്ല രീതിയിൽ ഒത്തിണങ്ങി വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഇതിലും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ Wi-Fi 6E അല്ലെങ്കിൽ 7 സപ്പോർട്ട് വേണം. ആപ്പിളിൻ്റെ ആ ഒരു C1 എന്ന് പറയുന്ന മോഡമായിരിക്കാം മേ ബി ഇതിലും കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, ഇതിൻ്റെ പുതിയ സ്പീക്കേഴ്സ്, ട്യൂട്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രോഡക്റ്റുകളാണ് 2025 അവസാനം നമ്മൾ ആപ്പിളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേ, നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്ന അനുസരിച്ച് അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next video. Till then, peace.